കേരളം എൻ്റെ പെറ്റമ്മയാണെങ്കിൽ തമിഴ്നാട് എൻ്റെ പോറ്റമ്മയാണ്. അത്രയ്ക്ക് ആത്മബന്ധമുണ്ട് ഞാനും തമിഴ്നാടും തമ്മിൽ. ഒരുപാട് വെറൈറ്റി റൈസും ഒരുപാട് വെറൈറ്റി കറികളും ഉള്ള നാടാണ് തമിഴ്നാട്. അവിടുത്തെ എല്ലാ ഫുഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എൻ്റെ റെസിപ്പി അല്ല, റീൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഇത് എൻ്റെ കണ്ണിൽപ്പെട്ടത്. എന്നാൽ പിന്നെ അത് ഉണ്ടാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. അപ്പോൾ അതിനായി ആദ്യം കുരുമുളക്, നല്ല ജീരകം, പെരിഞ്ജീരകം, മല്ലി, കറുകപ്പട്ട, തക്കോലം, ഗ്രാമ്പു, വറ്റൽമുളക് ഇതെല്ലാം കൂടെ ഒന്ന് വറുത്ത് പൊടിച്ച് മാറ്റി വെക്കണം. അതവിടെ ഇരുന്നോട്ടെ. അപ്പോഴത്തേക്ക് ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചുവന്നുള്ളിയും കൂടി ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം. കോളേജിൽ പഠിക്കുന്ന സമയത്ത് സൺഡേ ആവാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. സൺഡേ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ ഇഡലിയും ചിക്കൻ കറിയായിരുന്നു തന്നിരുന്നത്. ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ടിന്റെ കൂടെ ഈ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാതെ തന്നെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഉള്ളി വഴറ്റിയ എണ്ണയിലേക്ക് നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് തന്നെ വേവിക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഉള്ളി ഒരുപാട് കരിഞ്ഞു പോകാതെ നോക്കണം. 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വാടി വരാനുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചു. 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നു. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തു. പിന്നെ 2 തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചതാണ് ഞാൻ ചേർക്കുന്നത്. അത് കൂടെ ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം. ആ ആവിയിൽ ഇരുന്ന് തന്നെ തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റായി വരണം. തവി വെച്ച് തന്നെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മസാലയൊക്കെ ചിക്കനിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു 20-25 മിനിറ്റോളം അടച്ചു വെച്ച് തന്നെ വേവിക്കണം. വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല, കാരണം ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഒരു അരമണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ആ മസാല ഉണ്ടല്ലോ, അതും ഇതിലേക്കൊന്ന് ചേർക്കണം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മസാല ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം കുറച്ചുകൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം ഉപ്പ് കുറവായിരുന്നു. ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ ഇഡലിയുടെ കൂടെ ചിക്കൻ കറി കിട്ടുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ കറീന്റെ ഗ്രേവി നല്ല ലൂസായിരിക്കും. അപ്പൊ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്, ഗ്രേവി ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡിയായി. ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. ചോറിന്റെ കൂടെ മാത്രമല്ല, എന്തിന്റെ കൂടെയും കോംബോ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ആരും മിസ് ചെയ്യരുത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. കൂടെ എന്റെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.